കാട്ടിൽ ഒരു വയസ്സായ കഴുകൻ ഒരു മരത്തിനു മുകളിൽ ജീവിച്ചിരുന്നു. വയസ്സായത് കാരണം എങ്ങോട്ടും പോകാൻ കഴിയാതെ, തനിക്കുള്ള ഇര പോലും തേടാൻ കഴിയാതെ എപ്പോഴും സങ്കടത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. ആ വയസ്സായ കഴുകന്റെ ഈ അവസ്ഥ കണ്ട അവിടെയുണ്ടായിരുന്ന മറ്റുള്ള കിളികൾ അതിനെ കണ്ട് സങ്കടപ്പെട്ടു. ഒരു ദിവസം അവയൊക്കെ ഒരുമിച്ച് ചേർന്ന് കഴുകന്റെ അടുത്ത് പോയി, മിത്രമേ, ദിവസമുള്ള നിന്റെ കഷ്ടപ്പാട് ഞങ്ങൾ എല്ലാരും കാണുന്നുണ്ട്. ഈ വയസ്സായ കാലത്ത് നീ ഇതിൽ കൂടുതൽ കഷ്ടപ്പെടരുത്. ഏതായാലും ഇര തേടി ഞങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് നിനക്കും തരാം. നീ ഇനി ഞങ്ങളോടൊപ്പം തന്നെ കഴിഞ്ഞോ. പക്ഷെ അതിനു പകരമായി ഞങ്ങൾ ഇര തേടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെയും മുട്ടകളെയും നീ സൂക്ഷിച്ചു നോക്കിക്കോണം. മനസ്സിലായോ എന്ന് ചോദിച്ചു. കിളികൾ അങ്ങനെ പറഞ്ഞത് കേട്ട് കഴുകൻ ഒരുപാട് സന്തോഷം തോന്നി. കഴുകൻ സമ്മതിക്കുകയും ചെയ്തു. അന്നു മുതൽ കിളികൾ ഇര തേടി പുറത്തു പോകുന്ന സമയത്ത് ആ വയസ്സായ കഴുകൻ മരത്തിനു മുകളിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയും മുട്ടകളെയും സംരക്ഷിച്ചു പോന്നു. ഇങ്ങനെ പോയ സമയത്ത് ആ വഴിയെ ഒരു കുഞ്ഞു പൂച്ച വന്നു. അപ്പോൾ മരത്തിനു മുകളിലുണ്ടായിരുന്ന കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട്, കൊള്ളാലോ, ഇന്നെന്റെ ഭാഗ്യം തെളിഞ്ഞെന്ന് തോന്നുന്നു. കിളികളെല്ലാം ഇര തേടി പുറത്തു പോയിരിക്കുകയാണ്. ഇനി ഒരു പ്രശ്നവുമില്ലാതെ എനിക്ക് കുഞ്ഞുങ്ങളെ തിന്നാം എന്നും പറഞ്ഞ് പയ്യെ മരത്തിനു മുകളിലേക്ക് കയറി. മരത്തിനു മുകളിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ മറ്റുള്ള കിളിക്കുഞ്ഞുങ്ങൾ പേടിച്ചു കരയാൻ തുടങ്ങി. എന്തു ചെയ്യണോന്ന് അവറ്റകൾക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. പറവക്കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടപ്പോൾ ഭീകരനായ വയസ്സായ കഴുകൻ, ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഉറക്കെ പറഞ്ഞു. അപ്പ പൂച്ച പറഞ്ഞു, അയ്യോ, ഈ കഴുകൻ ഈ കിളിക്കുഞ്ഞുങ്ങളുടെ കാവലാണെന്ന് തോന്നുന്നല്ലോ. ഇവന്റെ അടുത്ത് എങ്ങനെയെങ്കിലും നല്ലവനെ പോലെ അഭിനയിച്ച് ചതിച്ച് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുമില്ലാതെ ഇതെന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ ആ കുഞ്ഞി പൂച്ച കഴുകന്റെ അടുത്ത് വന്ന് വളരെ ഭവ്യതയോടെ, അമ്മാവാ, ഞാൻ ഈ സ്ഥലത്ത് പുതിയതാ. ഇതിനു മുൻപ് ഞാൻ എലികളെയും കിളികളെയും വേട്ടയാടി തിന്നിരുന്നു. എന്നാൽ ഒരു ജീവൻ നശിപ്പിക്കുന്നത് വലിയ പാപമാണെന്ന് ഒരു മഹാൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. ആ നിമിഷം മുതൽ വേട്ടയാടുന്നത് നിർത്തിയിട്ട് നിങ്ങളെപ്പോലെയുള്ള നല്ലവരെയാണ് നാട് മുഴുവൻ തേടി അലഞ്ഞത്. ഞാൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് എനിക്ക് അങ്ങയെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. എന്നോട് നല്ല കാര്യങ്ങൾ പറഞ്ഞാ ഞാൻ അതുപോലെ ജീവിച്ചോളാം. അതുകൊണ്ട് ഞാൻ അങ്ങയോട് താഴ്മയോടെ ചോദിക്കുകയാണ്, എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ അതുപോലെ ജീവിക്കാം. കഴുകൻ വിശ്വസിക്കുന്നത് പോലെ സാമർത്ഥ്യത്തോടെ സംസാരിച്ചു പൂച്ച. ഇത് കേട്ട ആ കഴുകൻ, തീർച്ചയായും പറയാം. നീ കേൾക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം എനിക്കെന്താ? അന്നു മുതൽ കഴുകൻ പൂച്ചയോട് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ച് അവിടെ വരുന്ന ഓരോ തവണയും കിളിക്കുഞ്ഞുങ്ങളെയും മുട്ടകളെയും ആസ്വദിച്ചു കഴിച്ചു. അതിനുശേഷം വളരെ ബുദ്ധിയോടെ കിളിക്കുഞ്ഞുങ്ങളുടെ എല്ലുകളും തൂവലും കഴുകനുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു. കണ്ണു കാണാൻ കഴിയാത്ത ആ കഴുകന് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഓരോ ദിവസവും കഥ കേൾക്കുന്നത് പോലെ വരുന്നതും ആ കിളിക്കുഞ്ഞുങ്ങളെ തിന്നുന്നതും ഒരു ശീലമാക്കിയിരുന്നു ആ കുഞ്ഞിപ്പൂച്ച. ഇതിനിടയ്ക്ക് തന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തു പറ്റി, എങ്ങനെയാണ് തന്റെ കുഞ്ഞുങ്ങൾ കാണാതെ പോകുന്നതെന്ന് കിളികൾക്കൊന്നും മനസ്സിലായില്ല. എന്നാലും വയസ്സായ കഴുകനോട് ഒന്നും ചോദിച്ചില്ല. കാരണം അതിന് കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാമ്പ് വന്ന് തിന്നുന്നതായിരിക്കുമെന്ന് കരുതി സമാധാനിച്ചു ആ കിളികൾ. എന്നാൽ ഒരു ദിവസം ഒരു കിളിക്കൊരു സംശയം തോന്നി. സംരക്ഷിക്കാനായി നിർത്തിയിരിക്കുന്ന ഈ കഴുകൻ തന്നെയാവുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്നുന്നതെന്ന് സംശയിച്ച് ആ വയസ്സായ കഴുകൻ ഇരിക്കുന്ന മരത്തിനടുത്ത് ചെന്നു നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. കിളിക്കുഞ്ഞുങ്ങളുടെ എല്ലിൻ കഷ്ണങ്ങളും തൂവലുമൊക്കെ കണ്ട് വല്ലാതെ ദേഷ്യപ്പെട്ടു. ആ കിളി പോയി മറ്റുള്ള കിളികളോടും പറഞ്ഞു, ഈ വയസ്സായ കഴുകനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്നുന്നതെന്ന്. ഇത് കേട്ട മറ്റുള്ള കിളികളും ദേഷ്യം അടക്കാൻ കഴിയാതെ കഴുകന്റെ അടുത്ത് പോയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെന്നും കരുതി നിന്നെ നിർത്തിയപ്പോൾ നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിന്നുവല്ലേ? നീ ഞങ്ങളെ എല്ലാവരും ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ആ കിളികൾ തന്റെ കൊക്ക് ഉപയോഗിച്ച് ആ കഴുകനെ കൊത്തി കൊത്തി കൊന്നുകളഞ്ഞു. കഴുകൻ തന്റെ മരണം താൻ തന്നെ ചോദിച്ചു വാങ്ങി. കുട്ടികളെ, ഇപ്പം മനസ്സിലായോ? എപ്പോഴും മോശമായ സ്വഭാവമുള്ളവരോട് സൗഹൃദം വെക്കാനേ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ജീവന് തന്നെ ആപത്തായി തീരും. Hi kids! Hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you. Bye bye.